അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ് മീൻസ് മേ ബി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാം, അതായത് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ, ആ ഒരു കേസ് നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഗിവൺ ദാറ്റ് cost of an item, okay, so cost of an item equal to 10,000, okay, and profit on cost, okay, കോസ്റ്റിന് മുകളിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 20% ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ കോസ്റ്റ് തന്നതുകൊണ്ട് ഡയറക്ട്ലി എടുത്താൽ മതി, 10,000 ഇൻറ്റു 20%, അല്ലേ. സോ 20% എന്ന് പറഞ്ഞാൽ 20/100 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ 10,000 ഇൻറ്റു 20%, so that is 2,000 rupees profit. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര വരിക, കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് കോസ്റ്റ് 10,000 പ്ലസ് പ്രോഫിറ്റ് 2,000, 12,000. ഓക്കെ, സോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ശരി. അടുത്തത് ചിലപ്പോൾ സെയില് തരും. ഓക്കെ, സെയിൽ വാല്യൂ തരും. സെയിൽ വാല്യൂ ഇസ് 10,000 ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ തരും. പ്രോഫിറ്റ് ഓൺ സെയിൽ തരും. അപ്പൊ ഇവിടെയും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. മനസ്സിലാക്കുക, സെയിൽ വാല്യൂ എത്ര 10,000, പ്രോഫിറ്റ് ഓൺ സെയിൽ എത്ര 20%. അപ്പൊ ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി, സെയിൽ തന്നിട്ടുണ്ട്, സെയിൽ വാല്യൂ തന്നിട്ടുണ്ട്, ആൻഡ് പ്രോഫിറ്റ് പെർസെന്റേജ് ഓൺ സെയിൽ ആണ്. ശ്രദ്ധിക്കുക, സെയിൽ വാല്യൂ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് പെർസെന്റ് ഓൺ സെയിൽ ആണ് തന്നിട്ടുള്ളത്. സോ സെയിം സാധനം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടും, 2,000 കിട്ടും, അല്ലെ. എങ്ങനെ, 10,000 ഇൻറ്റു 20%, 2,000. സോ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണേണ്ട, കോസ്റ്റ് കാണണം. സോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. സോ സെയിൽസ് ഇസ് 10,000, പ്രോഫിറ്റ് അല്ലെ 10,000 മൈനസ് 2,000, സോ വിച്ച് ഈസ് 8K. ആൻസർ ഈസ് 8K, 8,000 ആണ്. എനി ഡൗട്ട്? ഇല്ല, ഉണ്ടാവൂല, ചാൻസ് ഇല്ല. ഓക്കെ, ഫൈൻ. സോ ഇവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ബട്ട് നെക്സ്റ്റ് വൺ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് എൻ ഐറ്റം തന്നിട്ടുണ്ട് 10,000 ആൻഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ തന്നിട്ടുണ്ട്. എന്താണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ പ്രോഫിറ്റ് ഓൺ സെയിൽ തന്നിട്ടുണ്ട്. സോ അത് തന്നത് ഒരു ഏകദേശം ഒരു 20% ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതൊരു കേസ്. രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് സെയിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 10,000 തന്നിട്ടുണ്ട് ആൻഡ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 20% തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് കേസ് എങ്ങനെയാ ചെയ്യുക, അതായത് നമുക്ക് തന്നത് കോസ്റ്റ്, പ്രോഫിറ്റ് പെർസെന്റ് ഓൺ സെയിൽ ആണ്. ഓക്കെ, ആൻഡ് സെയിൽ ആൻഡ് പ്രോഫിറ്റ് പെർസെന്റ് കോസ്റ്റ് എന്ന രീതിയിൽ. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, അതായത് കോസ്റ്റ് ആൻഡ് ഹിയർ സെയിൽ ആൻഡ് സെയിൽ അങ്ങനെ. പക്ഷെ ഇപ്പുറത്തെ എന്താണ്, കോസ്റ്റ് ബട്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്, ആൻഡ് സെയിൽ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആണ്. സോ ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നാണ് ശ്രദ്ധിക്കേണ്ടത്. സി, ഇപ്പൊ നമുക്ക് ഈ ഒരു കേസ് എടുക്കാം. ഓക്കെ, കോസ്റ്റ് പ്രോഫിറ്റ് പെർസെന്റ് ഓൺ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റ് ഓൺ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറ്റ്സ് വെരി ഈസി, പ്രോഫിറ്റ് ഓൺ സെയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, യെസ്. സോ കൺവേർട്ട് ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ, ഇത് എത്ര 20% മീൻസ് 20/100 ആണ്. അപ്പൊ നിങ്ങൾ കോസ്റ്റ് സെയിലിലോട്ടാണ് വരുന്നത്, സിന്ന് എസിലോട്ടാണ് വരുന്നത്. അത് മനസ്സിലാക്കുക, ഞാൻ ഷോർട്ട് കട്ട് പറയണം. സിന്ന് എസിലോട്ടാണ് വരുന്നത്, കോസ്റ്റ് സെയിലിലോട്ടാണ് വരുന്നത്, CS. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 20/, ഇവിടെ 100 അല്ലേ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിന്റെ കൂടെ താഴെ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് 20/120 എന്ന് കിട്ടും. ഓക്കെ, സോ 20 ഓൺ 120 ഓൺ സെയിൽ എന്ന രീതിയിലായിരിക്കും വരാം. സോ CS വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? യെസ്, അപ്പൊ 20/120 ഓൺ സെയിൽ അല്ലേ. യെസ്, സോ 20/120 ഓൺ സെയിൽ, സിന്ന് എസിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഓക്കെ അല്ലേ, യെസ്. അപ്പൊ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ സെയിൽ വാല്യൂ കിട്ടിയല്ലോടാ. സെയിൽ എത്ര, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽ എത്രയാ 10,000. സോ 10,000ന്റെ മുകളിൽ സെയിൽ ഇപ്പൊ എന്തായി, കോമൺ ആയി. സി, ഡിഫറെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കോമൺ ആക്കാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സെയിൽസ് പ്രോഫിറ്റ് പെർസെന്റ് ഓൺ സെയിൽ. ഓക്കെ, അപ്പൊ ഇനി ഡയറക്റ്റ് 10,000ന്റെ മുകളിൽ എനിക്ക് 20/120 അടിച്ചാൽ മതിയല്ലോ.
ഓക്കെ. സോ ഇത് ചെയ്ത് നോക്കുക. സോ 10,000 ഇൻറ്റു 20/120 എന്ന് അടിക്കാം. ഓക്കെ. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഐ തിങ്ക് യു വിൽ ഗെറ്റ് സംവെയർ അറൌണ്ട് 1667 ആ ഒരു റേഞ്ചിലും വാല്യൂ കിട്ടും. 166.666 അത് കിട്ടും. സോ ഞാൻ റൗണ്ട് ഓഫ് ചെയ്തു ആ ഒരു വാല്യൂ. ക്ലിയർ ആണോ? യെസ്, ഇതാണ് പ്രോഫിറ്റ് വരിക. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. സോ സെയിൽസ് ഇസ് 10,000 മൈനസ് 1667. സോ ആൻസർ ഈസ് 8,333. ഓക്കെ. സോ പോയിന്റ് വാല്യൂ വ്യത്യാസം ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യില്ല. നെക്സ്റ്റ്, what about this one? See, ശ്രദ്ധിച്ച cost of an item is 10,000, profit on sale is 20%. Okay, so നോക്ക് മക്കളെ, ഞാൻ സി എന്ന് എസ് ഇട്ടുമ്പോൾ എന്താ ഞാൻ പറഞ്ഞേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എസ് എന്ന് സിയിലോട്ടാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? യെസ്, സി എസ് പ്ലസ് എന്ന് മാത്രം ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സെയിൽ എന്ന് കോസ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി എന്ന് മനസ്സിലാവും. ഓക്കെ. യെസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഇസ് 10,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഇസ് ഈക്വൽ ടു 20% എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ആദ്യം എന്തിലോട്ട് മാറ്റാം? പ്രോഫിറ്റ് ഓൺ കോസ്റ്റിലോട്ട് മാറ്റാം. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? സി കോസ്റ്റിലോട്ട് മാറ്റണമെങ്കിൽ ഇത് 20 അല്ലേ? 20 മീൻസ് 20/100 അല്ലേ? സോ ഞാൻ എന്താ പറഞ്ഞത്? കോസ്റ്റ് സെയിൽ എന്ന കോസ്റ്റിലോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 100 മൈനസ് 20 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് 20/80. ഓക്കെ. സോ ഓൺ എന്തിന്റെ മുകളിൽ? കോസ്റ്റിന്റെ മുകളിൽ. അപ്പൊ ഇനി ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 20/80 എന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് 2,500 എന്ന് കിട്ടും അല്ലെ? യെസ്. സോ 2,500 ആണ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് നമുക്കറിയാം, പ്രോഫിറ്റും അറിയാം. സോ സെയിൽ ഇസ് ഈക്വൽ ടു cost plus profit 2,500. So cost 10,000 plus 2,500. So answer is 12,500. Okay. So hope ഇതാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള 4 കേസസ്. ഓക്കെ അല്ലേ? യെസ്. സോ ഏതൊരു എക്സാമിന് വരുമ്പോഴും 4 കേസസ് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇനിയിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? സോ ഇവിടെ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഓക്കെ. സോ അതായത് എ പേഴ്സൺ ഹാസ് സെൻഡ് an item of this much value to other person എന്ന് പറയും. മനസ്സിലായി? എന്താണ്? a person has sent, A has sent to B a goods worth അല്ലെങ്കിൽ goods of value 10,000 to another person എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അതിന്റെ അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സെയിൽ വാല്യൂവിനെയാണ് എന്ന് മനസ്സിലാക്കുക. സോ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ഓക്കെ. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. യു വിൽ ഗെറ്റ് ഓൾ ദ ആൻസേഴ്സ്. ഓക്കെ, ഫൈൻ.